കുട്ടി ഒരാളെ, ഒരു ഫോറിനറെ, ഒരു വിദേശിയാണ്, പത്രപ്രവർത്തകരെ ചെയ്തിരിക്കുന്ന പണി എന്താ വെച്ചാൽ അയാളുടെ കൈ പുറകോട്ട് കെട്ടിയിട്ട് കാലും കെട്ടിയിട്ടിട്ട് അയാളുടെ കഴുത്ത് മുറുക്കിയ. നോക്ക്, ഇവിടുന്ന് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ക്രൂരത, എത്ര മനസ്സ് വേണം ഒരാളുടെ. ഈ ചെടികൾ മുറിക്കുന്ന പോലെ, പച്ചക്കറി വെണ്ടയ്ക്കൊക്കെ അരിയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ തല അരിയുന്നത്. 14 വയസ്സ്. അവനങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ എത്ര ക്രൂരന്മാരായിട്ടുള്ള. അതുപോലെ ഈ കുട്ടിയും അങ്ങനെ ക്രൂരനായി. സശരാസനമുദ്യമ്യ മൃഗയുർവനഗോചര ഹന്യസാധുമുഖാന്തീനാൻ വേനോസോ ഇത്യരഞ്ച രൗചനാം ആക്രീഡെ ക്രീഡതോ ബാലൻ വയസ്യാൻ അതിദാരുണ പ്രസഖ്യ നിരനുക്രോശ പശും മമാരമാരയിൽ. പറയണോ, മൃഗങ്ങളെയൊക്കെ ക്രൂരമായി ദ്രോഹിക്കുക. ഹന്തി അസാധു മൃഗാൻ, പാവം മൃഗങ്ങളെയൊക്കെ കൊല്ലുക. അത് കഴിഞ്ഞോ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോവത്രേ. എന്നിട്ടോ ആ കുട്ടികളെയൊക്കെ കൊല്ലുകയും ചെയ്യുക, കിണറ്റിലിടുക. നല്ല സ്വഭാവം അല്ലേ? ഇത് കണ്ടപ്പോൾ മഹാത്മാക്കൾക്ക് വലിയ വിഷമം. അച്ഛൻ അതിലേറെ വിഷമായി. അച്ഛൻ കുറെ ശാസിച്ചു. യഥാന ശാസിതും കൽപ്പോ വൃഷമാസി സുധർമ്മന. കുട്ടിയെ ഒരുപാട് ശാസിച്ചു. ഉണ്ണിയെ അരുത്, ഇങ്ങനെയൊന്നും പാടില്ല. ആ കുട്ടി മാറുന്നില്ല. അച്ഛൻ്റെ അവസ്ഥയാണെങ്കിലോ, പ്രായേണ അഭ്യർച്ചിതോ ദേവോ ന പ്രജാഗൃഹമേധിനാം കഥപത്യ ബൃഹം ദുഃഖം ഏന വിന്ദതി ദുർഭരം. പ്രായേണ അഭ്യർച്ചിതോ ദേവ ഏ അപ്രജാഗ്രഹമേദിന. നോക്കണേ, ആദ്യം കുട്ടികളില്ലാത്ത ദുഃഖമായിരുന്നു അദ്ദേഹത്തിന്. പ്രജ ഉണ്ടായിരുന്നില്ല. അന്ന് ഉണ്ണി വേണേ ഭഗവാനെ ഒരു ഉണ്ണിയെ തന്ന് അനുഗ്രഹിക്കൂ. അന്ന് കുട്ടികളില്ലാത്ത ദുഃഖം. ഇപ്പോഴോ ഇതല്ലേ ലോകത്തിലുള്ളൂ. ചിലർക്ക് ഉള്ള ദുഃഖം, ചിലർക്ക് ഇല്ലാത്ത ദുഃഖം. അന്നും നോക്കൂ, ഇതൊക്കെ ഉണ്ട്. ആളുകൾ ഈ വിഡ്ഢി തന്നിട്ട് ഇതൊക്കെ ചെന്നിട്ട് ആ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്നിട്ട് തന്നെ പ്രാർത്ഥിക്കും, ഭഗവാനെ ഒരു ഉണ്ണി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഭഗവാൻ അവിടുന്ന് എന്താ പറയുന്നത് അറിയോ? എൻ്റെ ഉണ്ണികളെ നേരെയായിട്ടില്ല. ഭഗവാന് 16,008 ഭാര്യമാരിൽ 10 കുട്ടികളുണ്ടായിട്ട് ഒരെണ്ണം നേരെയില്ല. ഉണ്ടോ? എല്ലാം തമ്മിൽ തല്ലി നശിച്ച കഥയാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. എന്നിട്ട് ആ ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്കൊരു ഉണ്ണി തന്ന് അനുഗ്രഹിക്കണമെന്ന്. ഇനി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ടാ പ്രാർത്ഥിക്കുന്നെങ്കിലോ ഭഗവാനോട് ചെന്നിട്ട് പറയാമോ, ഒരു ഉണ്ണി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന്. എൻ്റെ ഉണ്ണി പ്രസവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ? ശ്രീരാമസ്വാമിക്ക് കാണാൻ പറ്റിയോ? ഭാര്യ പ്രസവിച്ചത് കാട്ടില്ല. എന്നിട്ട് ഇവരോടൊക്കെയാണ് നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, നമുക്കൊരു ഉണ്ണി തരണേന്ന്. ആളുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നില്ല. എന്നിട്ടോ ഇദ്ദേഹം യഥപാപീയസീ കീർത്തി അധർമ്മസ്യ മഹനൃണാം യഥോ വിരോധ സർവേഷാം യഥ ആധിരനന്തക. കഷ്ടം. ഈ ഉണ്ണിയുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെ അച്ഛൻ്റെ മനസ്സാകം വേദന കൊണ്ട് പെടഞ്ഞപ്പോൾ അച്ഛൻ തന്നെ പറയാണ്, ഇതിനും ഭേദം കുട്ടികളില്ലാത്തതായിരുന്നു. ഇനിയിപ്പോൾ നിവൃത്തിയില്ല. അതുകൊണ്ട് കഥപത്യം വരം മന്യേ സദപത്യാശുജാമ്പതൽ നിർവിദ്യതേ ഗൃഹാൻ മർത്യോ യത്ക്ലേശ നിവാഗ്രഹ. നാരദ മഹർഷി നിങ്ങളോട് പറയാണ്, കഥപത്യം വരം മന്യേ സദപത്യ അശുജാം പതാൽ നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത് ക്ലേശ നിവാഗ്രഹ. എന്താണ് നല്ലൊരു ഇതാണ് പറയുന്നത്. അതായത് പുത്രൻ കാരണം ഇദ്ദേഹത്തിന് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഇതിലും ഭേദം പുത്രന്മാരില്ലാത്തതാണ് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു പക്ഷേ ജീവിതത്തിൽ ഇതായിരിക്കും ഭാഗ്യം. നല്ല പുത്രന്മാരെക്കാൾ സതപത്യം, നല്ല പുത്രന്മാർ, അവരെക്കാൾ നല്ലത് കഥപത്യമാണെന്ന്, ദുഷ്ടന്മാരായ പുത്രന്മാരാണെന്ന്. അതെന്താണത്രേ കാരണം? നിർവിദ്യത. വീടിനോടും മറ്റും നമുക്ക് വേഗം വിരക്തി വരുമല്ലോ, വേഗം മനസ്സ് ഭഗവാനിലേക്ക് ഉയരുമല്ലോ. നല്ല പുത്രന്മാരായ വീടിനോടായിരിക്കും ആസക്തി. ചീത്ത പുത്രന്മാരായാൽ ഭഗവാനിലേക്ക് മനസ്സ് തിരിയുന്നു. നല്ല പുത്രനേക്കാൾ നല്ലത് ചീത്ത പുത്രനാണ്. എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും ചീത്ത പുത്രനാവണമെന്നാണ് അർത്ഥം. അവരിൽ നിന്ന് വേഗം മനസ്സ് ആരിലേക്ക് തിരിയും? ഭഗവാനിൽ. എല്ലാവരുടെ മനസ്സും തിരിയണം എന്നൊന്നുമില്ല കേട്ടോ, അതൊരു സംസ്കാരം തന്നെ വേണം. ഞാനൊരിക്കൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകാൻ എനിക്ക് ഇട വന്നു. ഞങ്ങൾ സത്സംഗമായിട്ട്. അപ്പം നമ്മുടെ കൂടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ അമ്മമാർക്ക് കുറേ ലഡുവും കുറേ പലഹാരവും ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ ഒരമ്മ വന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അവരുടെ മകൻ അവരെ അവിടെ കൊണ്ടാക്കിയ കഥ. ഒരു മകനേ ഉള്ളൂ. ഈ മകൻ അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയിട്ട് പറയണ്ട, ഞാൻ ഇപ്പോൾ വരാമേ, അമ്മയെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴും മകനെ കാത്തിരിക്കുകയാണ് അവർ. മകൻ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കാം. ഒരു കാര്യം നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല, മകൻ്റെ അടുത്തായിരിക്കും തെറ്റെന്ന്. കാരണം ഇവർക്കുണ്ടാവും ചില പിടിവാശികൾ.
എന്തായാലും അവർക്ക് ഈശ്വരനിലേക്ക് തിരിയാനല്ല തോന്നിയത്. മകൻ ഇങ്ങനെയൊക്കെ വിഷമിപ്പിച്ചിട്ടും അപ്പോഴും അവരുടെ ജീവിതം ഇനിയും ജീവിക്കണം, ഇനിയും ലൗകികമായ സുഖങ്ങൾ അനുഭവിക്കണം എന്നാണ്. ഇവിടെ ഭാഗവതം പറയുന്നു, നമുക്ക് വീട്ടിൽ ചില വിഷമങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക്. നിങ്ങൾ ഗുരുവായൂരിലൊക്കെ ചില ആളുകളെ കാണാം, വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നാലുണ്ടല്ലോ നേരെ ഗുരുവായൂരിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ഹിന്ദു സിസ്റ്റങ്ങൾക്കുണ്ടല്ലോ ഒരുപാട് അപാകതകളുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെയൊക്കെ ഒന്ന് താമസിപ്പിക്കാനുള്ള സംവിധാനവും ഭജിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്താൽ എത്ര പേര് രക്ഷപ്പെടും അല്ലേ? വെറുതെ ഗവൺമെൻറ് ബില്ലുണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല മക്കൾ അച്ഛനമ്മമാരെ നോക്കണം എന്ന്. ഒരിക്കലും സാധ്യമല്ല. ബില്ലിലൂടെയല്ല മനുഷ്യൻ നോക്കുന്നത്, സംസ്കാരത്തിലൂടെയാണ് അല്ലേ? ആണോ അല്ലയോ? അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് പശ്ചിമ ബംഗാളാണ്. എത്രയോ വർഷമായിട്ട് അവിടെ കമ്മ്യൂണിസമാണ് നടക്കുന്നത് അല്ലേ? നിങ്ങൾ വൃന്ദാവനത്തിലൊന്ന് വരൂ, കാണിച്ചു തരാം നിങ്ങൾക്ക്. 30,000 വിഡോസ് ഉണ്ട് അവിടെ. അതിൽ 20,000 വിഡോസ് കൽക്കട്ടയിൽ നിന്നാണ്. 14 വയസ്സ് മുതൽ 70-80 വയസ്സുള്ള വിഡോസിനെ നിങ്ങൾക്ക് അവിടെ കാണാം വൃന്ദാവനത്തിൽ. എന്താ അവിടുത്തെ സംസ്കാരം എന്നറിയോ? ഒരിക്കൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നാണ്. വീടിന് ഐശ്വര്യം ഉണ്ടാവില്ല എന്നാണ്. അത് ശാപമാണ് വീടിനെന്നാണ് പറയുമ്പോൾ കമ്മ്യൂണിസമൊക്കെയാണ്. പക്ഷെ ഇന്നും ആ സംസ്കാരം അവിടെയുണ്ട്. നിങ്ങളവിടെ എന്തെങ്കിലും വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ രാമകൃഷ്ണ മിഷൻ്റെ ഒരു ആശ്രമമുണ്ട്. അവിടെ ഒരു സ്വാമിജി ഉണ്ട്, മലയാളി, ഇപ്പോഴത്തെ ഹെഡ് അദ്ദേഹമാണ്. ചോദിച്ചു നോക്ക് അദ്ദേഹത്തിനോട്. അവർ രാമകൃഷ്ണ മിഷൻ എല്ലാ വർഷവും അവർക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും വസ്ത്രവും ഭക്ഷണവും അതുപോലെ ദക്ഷിണയൊക്കെ ഈ സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട്. ആ ഒരു ഫീൽ ചെയ്യുക, അവർ ആ അമ്മമാരെ കരയുന്നതൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ സ്നേഹിക്കാൻ ആളുകളുണ്ടല്ലോ എന്ന്. ഇതൊക്കെ പേഴ്സണൽ അനുഭവങ്ങളാണത്. അപ്പോൾ ഇത് നിയമം കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല, ഇത് സംസ്കാരം കൊണ്ട്. അപ്പം അച്ഛനമ്മമാരെന്ത് വേണം? പ്രായം കൂടുന്തോറും മക്കളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു കൊണ്ടുവരണം. മനസ്സ് കൂടുതൽ ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക്. മനസ്സാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. മനയേവ മനുഷ്യാണം ബന്ധമോക്ഷയോ കാരണം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കും. പ്രായം കൂടുന്തോറും വേണ്ടാതൊക്കെ അക്കരയ്ക്ക് തള്ളിയിട്ട് വേണ്ടത് മാത്രം പിടിക്കണം. അത് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഏതായാലും ഇദ്ദേഹത്തിന് വിവേകം വന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്? ട്രാക്കിലേക്ക് തലവയ്ക്കാനല്ല, മകൻ നോക്കാനില്ലല്ലോ, അല്ലെങ്കിൽ കയർ മേടിക്കാനല്ല. അന്നുള്ളവർ ഇറങ്ങിപ്പോയത് ഏവം സനിർവിണ്ണമനാ നൃപോ ഗൃഹൽ നിശീതവുത്തായ മഹോദയോദയൽ അലബ്ധ നിദ്രോനുപലക്ഷിതോ നൃപേ ഹിത്വാഗതോ വേനസുവം പ്രസുപ്തം. പുത്രൻ്റെ വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ കണ്ട് അച്ഛന് വേദനയല്ല വന്നത്. കുന്തിദേവി പറഞ്ഞതുപോലെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തോന്നി അതിനെ. അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. വനോ എങ്ങോട്ടാ പോകുന്നത്? വനത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹം ജീവിതം ധന്യമാക്കി. അവിടെ വെച്ചിട്ട് അദ്ദേഹം അലക്ഷയന്ത പദവിം പ്രജാപതേ അദോദ്യമാ പ്രത്യുപസത്യതേ പുരിം ഋഷിൻ സമേതാവനേഭ്യ സാസ്രവോ നിവേദയൻ പൗരവഭർത്തബീപ്ലവം. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം. നമ്മൾ പാശ്ചാത്യ ലോകവും ഇവിടെ നോക്കുമ്പോണ്ടല്ലോ, വീട്ടിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇറങ്ങിപ്പോവാൻ നമുക്ക് ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും കണ്ടെത്താതെ പ്രയോജനപ്പെടുത്താത്ത ആളുകളാണ് ജീവിതം നശിപ്പിക്കുന്നത്. ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പോലും തൂങ്ങിച്ചാവും ആളുകൾ. എത്ര ആശ്രമങ്ങളുണ്ട് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ 30,000 വിഡോസ് അവിടെ വന്ന് താമസിക്കണമെന്ന്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഭാരതത്തിൽ ഇല്ലേ? അങ്ങനെയും രക്ഷപ്പെടാൻ എത്രയോ വഴികളുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ച് ഒരാളും ജീവിതത്തിൽ പരാജിതരാവുന്നില്ല. നിങ്ങൾ പരാജിതരാവുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി അടയുമ്പോഴാണ്. മുന്നോട്ടുള്ള വഴി അടയുന്നതിന് കാരണം നിങ്ങൾക്കതിനപ്പുറത്തേക്ക് പോകാൻ ആരും വഴി കാണിച്ചു തരാത്തത് കൊണ്ടാണ്. വഴികൾ ധാരാളമുണ്ട്. എത്രയോ ആശ്രമങ്ങളുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാലല്ലോ ആശ്രമങ്ങളെ കൊണ്ട് ആശ്രമങ്ങളാണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു മഹത്വം എന്താണെന്ന് വെച്ചാൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് ക്ഷേത്രങ്ങളിലും മറ്റും ആശ്രമങ്ങളിലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന സംവിധാനം അല്ലേ? കേരളത്തിൽ ഉണ്ടെങ്കിലും കേരളത്തിൽ ഗുരുവായൂർ തുടങ്ങിയിട്ടുള്ള കുറച്ച് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ കർണാടകയിലൊക്കെ നോക്കൂ, മൂകാംബികയിൽ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങൾ 3 നേരം ഭക്ഷണം കിട്ടുന്ന അമ്പലമുണ്ട്, 3 നേരം ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ എവിടെയാണ് ജീവിതം പരാജിതരാവുന്നത്? നിങ്ങൾ ജീവിതം പരാജിതമാക്കുന്നത് മുന്നോട്ടുള്ള വഴി കാണാതിരിക്കുമ്പോഴാണ്. ഭജിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ സാധിക്കും.
അപ്രകാരം ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ദുന്ദുകാരിയുടെ കഥ അല്ലേ? അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരിക്കൽ ഇങ്ങനെ അടി കിട്ടിയപ്പം വീട്ടിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് ജീവിതം നശിച്ചു, ജീവിതത്തിൽ നോക്കാൻ ആളില്ല, ഇനി എൻ്റെ ജീവിതം കഴിഞ്ഞു എന്നൊന്നും പറയരുത്. നമുക്കൊരിക്കലും ജീവിതത്തിനെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. എവിടെ എത്തണം? എവിടെ നിന്നാണോ മനസ്സ് പുറപ്പെട്ടിരിക്കുന്നത് അവിടെ എത്തിച്ചേരണം. ഒരിക്കലും ജീവിതത്തെ മുരടിപ്പിക്കരുത്. ഗീതയിൽ ഭഗവാൻ പറയുന്ന ഈ മന്ത്രമുണ്ടല്ലോ, അതങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കണം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനമവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്, നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരെ നിങ്ങൾ ശത്രുക്കളായി കാണരുത്, ഉയർത്തണം. ഇപ്രകാരം അദ്ദേഹം പോയി. അതിനുശേഷം പിന്നീട് മഹർഷിമാരൊക്കെ തീരുമാനിച്ചു, രാജ്യത്തിനൊരു നാഥൻ വേണ്ടേ? ആരാ രാജ്യം ഭരിക്കുക? അങ്ങനെ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തു. വേറെ നിവൃത്തിയില്ല, വേറെ രാജാക്കന്മാരില്ല, ഇവനെ തന്നെ രാജ്യം ഭരിക്കാൻ സമ്മതിപ്പിച്ചു. ഇവനാണെങ്കിലോ അങ്ങോട്ട് ക്രൂരമായി ബീഭത്സമായി ആളുകളെ വേദനിപ്പിച്ചുകൊണ്ട് പ്രകൃത്യ സമ്മതം വേനം അഭ്യഷിഞ്ചൻ പതിംഭുവാം ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലുല്യുർദസ്യവ സദ്യ സർപ്പത്രസ്ഥായി വാഘവാം. എങ്ങനെയാണോ പാമ്പിനെ കാണുമ്പം എലികൾ ഒഴിക്കുന്നത്, അതുപോലെ പ്രജകൾ ഇവനെ കാണുമ്പോൾ ഓടാൻ തുടങ്ങി. കാരണം ഇവൻ്റെ ആ സ്വഭാവം വെച്ചുകൊണ്ട് ആളുകൾക്ക് ഇവനെ പേടി വരാൻ തുടങ്ങി. ഇവനാണെങ്കിലോ ഏവം മതാന്ത ഉത്തിക്തോ നിരങ്കുശ ഇവദ്ധിവാ പര്യടൻഡതമാസ്തായ കംഭയൻ നിവരോദസി ന യഷ്ടവ്യം ന ധാതവ്യം ന ഹോതവ്യം ദ്വിജാക്വജിൽ ഇതി നിവാരയദ്ധർമ്മം ഭേരിഘോഷേണ സർവശാം വേനസ്യാവേച്ഛമുനയോ ദുർവത്തസ്യ വിചേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപയോ ജുസ്മ സത്രിനാം. ഒരു നല്ല പ്രവൃത്തിയും അവൻ്റെ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് ന യഷ്ടവ്യം ന ദാനവ്യം, ദാനമില്ല, കൊടുക്കാറില്ല, ഒന്നും കൊടുക്കാറില്ല. ആളുകളിൽ നിന്ന് വേണ്ടത്ര പണവും വാങ്ങിച്ചുകൊണ്ട് ധൂർത്തടിച്ചുകൊണ്ട് ജനങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഒരു ഗുണം ഉണ്ടായിട്ടോ. അതെന്താണ്? ഇവൻ്റെ നാട്ടിൽ ഒരു ഗുണം ഉണ്ടായത്, അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹൽ ദാരുണീഭേദോ ദീപ്ത ഇവ തസ്കരപാലയോ. കള്ളൻ്റെ കള്ളനായതുകൊണ്ട് ലോക്കൽ കള്ളന്മാർ കുറഞ്ഞു. കാരണം രാജാവ് തന്നെ അതിൽ PhD എടുത്ത ആളാകുമ്പോൾ ചിന്ന കള്ളന്മാരൊക്കെ അവർക്കൊന്നും വിലയില്ലാതെ. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. വലിയ വലിയ കള്ളന്മാരൊന്നും പുറത്തേക്ക് വന്നില്ല, ഈ വലിയ കള്ളനുള്ളത് കാരണം. ഇങ്ങനെയൊരു സ്വഭാവം, ഇങ്ങനെയൊരു ജീവിതം അവനുണ്ടാക്കിയെന്നാണ്. പാമ്പിന് പാല് കൊടുത്താൽ എങ്ങനെയായിരിക്കും, അതുപോലെ ഇവൻ്റെ ജീവിതം എന്നാണ്. ഇതൊക്കെ നമ്മളോട് പറയുമ്പോണ്ടല്ലോ, നമുക്കിന്ന് കാണിച്ചു തരികയാണ് ഈ ലോകത്തെ. ആ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും ഇന്ന് നമുക്ക് കാണാമല്ലോ സമൂഹത്തിൽ. ഇതൊക്കെ കണ്ടപ്പം ആ മഹർഷിമാർക്ക് വളരെ വേദന വന്നു. ആ മഹർഷിമാർ രാജാവിന് ഉപദേശിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നാരും ഉപദേശിക്കാനില്ല. അന്ന് ആ മഹാത്മാക്കൾ അവിടെ ചെന്നിട്ട് ഗംഭീരമായൊരു ഉപദേശമുണ്ട്. 14-ാം അധ്യായത്തിൽ മുനയൂജു നിപവര്യ നിബോധേതൽ യത്തേ വിജ്ഞാപയാമബോ ആയുശ്രീബലകീർത്തീനാം തപത്താത വിവർദ്ധനം ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭീ ലോകാൻ വിശോകാൻ വിതരതീം അതാനന്ദ്യമസംഘം അനസംഖിനാം സതേമാ വിനേശൽ വീരാം വിനശേർവീര പ്രജാനം ക്ഷേമലക്ഷണ യസ്മിൻ വിനഷ്ടേ നപതി ഐശ്വര്യാദവരോഹതി. ഏ നൃഭ, രാജൻ, ഇത് കേട്ടാലും അങ്ങയുടെ ഗുണത്തിന് വേണ്ടി പറയാണ്. അങ്ങയ്ക്ക് ആയുസ് വർദ്ധിക്കും, അങ്ങയ്ക്ക് കീർത്തി ഉണ്ടാവും, അങ്ങയ്ക്ക് ഫലമുണ്ടാവും, അങ്ങ് ധർമ്മത്തെ ആചരിക്കും, അങ്ങയ്ക്ക് ലോകത്തിനൊരിക്കലും വിഷമമുണ്ടാക്കില്ല. അതുകൊണ്ട് കേൾക്കൂ. ആദ്യം തന്നെ പറയുന്നത് ധർമ്മ ആചരിത വാക് മനക്കായ ബുദ്ധിപി. ഒരു രാജാവ് എന്ത് ചെയ്യണം? ധർമ്മത്തെ ആചരിക്കണം. ധർമ്മത്തെ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുക, എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുക. ധർമ്മം എന്ന് പറഞ്ഞാൽ ധരതി, ഒന്നിപ്പിക്കുക എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ച വ്യവസ്ഥ തന്നെ ഞാൻ പറഞ്ഞു ഒന്നൊന്നിനോട് വേർപെട്ടിട്ടല്ല നിൽക്കുന്നത്, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ്. ഭൂമി, വെള്ളം, വായു, അഗ്നി ഓരോന്ന് വിട്ടിട്ടാണോ നിൽക്കുന്നത്? ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കണം. നോക്കൂ, നമ്മളും പ്രകൃതി വേഗെടുത്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഭൂമിയിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ പറ്റുമോ? വായുവിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ പറ്റുമോ? വെള്ളത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ പറ്റുമോ?
പറ്റുമോ? അപ്പോൾ ഇതുമായിട്ടൊക്കെ നമ്മൾ ചങ്ങല പോലെ കോർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ചങ്ങലയാണെങ്കിൽ ഇവിടെ ഒന്നിനെയും വേർതിരിക്കുന്നവരായ ഒരു രാജാക്കന്മാരുടെ ജോലി എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്തലാണ്. ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. നമ്മുടെ ഇന്നത്തെ ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ, വളരെയധികം മാറ്റം വരുത്താനുണ്ട്. നമ്മളൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ. വളരെയധികം ഈ പ്രപഞ്ചം മാറ്റം വരുത്തേണ്ട ഒരു സമയമായിരിക്കണം. ഞങ്ങളൊരിക്കലും ഒരു കുട്ടികളുടെ ഒരു പ്രോഗ്രാം വെച്ചു, ക്യാമ്പ്. എന്നിട്ട് കുട്ടികൾക്കൊരു 11, 10, 11, 12 പഠിക്കുന്ന കുട്ടികൾക്ക്, 12 പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു ചോദ്യാവലി കൊടുത്തതാണ്, നിങ്ങളൊരു മുഖ്യമന്ത്രി ആയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ കുട്ടികൾക്ക് ചോദ്യം കൊടുത്തപ്പോൾ വളരെ രസകരമായ ഉത്തരങ്ങളാണ് കുട്ടികൾ പറഞ്ഞത്. ഒരു കുട്ടി പറഞ്ഞതാണ്, ഞാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ ജാതിയെ എടുത്ത് മാറ്റുന്നതാണ്. കാരണം ആ കുട്ടി ഗീത ഉൾക്കൊണ്ട കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞത്, ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ജന്മകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞത് ഗുണകർമ്മ വിഭാഗശ. ഗുണകർമ്മം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ നിന്നുണ്ടായതാണ്. പക്ഷെ ഇന്ന് ഗവൺമെന്റ് നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഗുണം നോക്കിയിട്ടല്ല ജാതി, നിങ്ങളുടെ ജന്മം നോക്കിയിട്ടാണ് ജാതി. അപ്പൊ ജന്മം കൊണ്ടുള്ള ജാതിയല്ല ഹിന്ദു സംസ്കാരമെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ നിന്നും എന്തെടുത്ത് മാറ്റണം? ജാതി എടുത്ത് മാറ്റേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒരു ജാതി, ഇന്നാണെങ്കിൽ ജാതി കൊണ്ടാണ് വേർതിരിഞ്ഞ് നിൽക്കുന്നത് അല്ലേ? ഇപ്പോഴും ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ വളരെയധികം ദൃഢമാണ്. ഞങ്ങളൊരു പ്രോഗ്രാം നടത്തി ഋഷികേശിൽ. അപ്പം അവിടെ ഈ ടോയ്ലറ്റൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ആ ജാതിക്കാരനല്ല സ്വാമി എന്ന്. അയാൾ കഴുകാൻ കൂട്ടാക്കിയില്ല. അപ്പം ഞാൻ പോയിട്ട് ഞാൻ കഴുകി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി നിങ്ങളൊന്നും കഴുകാൻ പാടില്ല, ഇതൊക്കെ ചില ജാതിക്കാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം അവിടെ ചമര എന്ന് പറഞ്ഞിട്ട് ജാതി ഉണ്ട് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഈ ഋഷികേശ് ഭാഗങ്ങളിലൊക്കെ. അവർക്ക് ഈ ജോലിയാണത്രേ, ഈ തോട്ടി